ഓം ശാന്തി. ഞാൻ ഏകാഗ്രതയോടെ എൻ്റെ തിളങ്ങുന്ന സ്വരൂപത്തെ കാണുന്നു. ഞാൻ പവിത്രതയുടെ നക്ഷത്രമാണ്. ഹോളിയസ്റ്റ് ബാബയുടെ ഹോളിയസ്റ്റ് കുട്ടിയാണ്. ഹോളി ഹംസമാണ്. എനിക്ക് ഈ പൂർണ്ണ സംഗമയുഗം ഹോളി യുഗമാണ്. ലോകത്തിലുള്ളവർ 1-2 ദിവസത്തേക്ക് ഹോളി ആഘോഷിക്കുന്നു. ഞാൻ മുഴുവൻ സംഗമയുഗത്തിലും ഹോളി ആഘോഷിക്കുന്നു. ഞാൻ ആത്മാ ബാബയുടെ സംഘത്തിൻ്റെ നിറത്തിൽ സദാകാലത്തേക്ക് ബാബ് സമാനം ഹോളിയാകുന്നു. പരിധിയിൽ നിന്നും പരിധിയില്ലാത്ത ബാബയുടേതായി സദാകാലത്തേക്ക് ഹോളിയാകുന്നു, പവിത്രമാകുന്നു. ഇത് പവിത്രമാകാനുള്ള ഉത്സവമാണ്. ബാപ്പ് സമാനം ഹോളിയസ്റ്റ് ആകാൻ ഹോളിയസ്റ്റ് ബാബയുടെ ഓർമ്മയിൽ പ്രജ്വലിതമായ യോഗാഗ്നിയിൽ എന്നിലെ മോശമായതെല്ലാം പഴയതെല്ലാം ഭസ്മമാക്കുന്നു. അവഗുണങ്ങളെ സദാകാലത്തേക്ക് കത്തിക്കുന്നു. അപവിത്രത കത്തിച്ച് പവിത്രമായി സത്യമായ ഹോളി ആഘോഷിക്കുന്നു. അനുഭവം ചെയ്യുന്നു. അപവിത്രത സമാപ്തമാകുമ്പോൾ ഞാൻ ആത്മാവിൽ പവിത്രതയുടെ നിറം കയറുന്നു. ഞാൻ ആത്മാ പവിത്രമായിരിക്കുന്നു, ഹോളിയായിരിക്കുന്നു. ഞാൻ എൻ്റെ പവിത്ര ദൃഷ്ടിയിൽ സർവർക്കും പവിത്രതയുടെ നിറം പകർന്ന് ഉത്സവം ആഘോഷിക്കുന്നു. സഹോദര ദൃഷ്ടിയിൽ അവിനാശി സന്തോഷത്തിൻ്റെ നിറം കയറുന്നു. എനിക്ക് സർവാത്മാക്കൾക്കും അവിനാശി നിറം പിടിപ്പിക്കണം. ഞാൻ എൻ്റെ ദിവ്യബുദ്ധിയാകുന്ന പീച്ചാങ്കുഴലിലൂടെ സർവർക്കും പവിത്രതയുടെ നിറം പിടിപ്പിച്ച് ഹോളി ആഘോഷിക്കുന്നു. സദാ സന്തോഷത്തിൻ്റെ ഹോളി മൂഡിൽ സദാ നിശ്ചിന്തമായിരിക്കുന്നു. പരിധിയില്ലാത്ത സ്വരാജ്യ അധികാരിയാകുന്നു. ഞാൻ ആത്മാ ഹാപ്പി മൂഡിൽ സത്യമായ ഹോളി ആഘോഷിക്കുന്നു. ജ്ഞാനത്തിൻ്റെ നിറത്തിൽ സന്തോഷത്തിൻ്റെ നിറത്തിൽ ഹോളി ആഘോഷിക്കുന്നു. ബാബ് സമാനമായി ബാബയുടെ സ്നേഹത്തിൽ സമാവേശമാകുന്നു. ഈ സമാവേശമാകുന്നത് തന്നെയാണ് മിലനം ചെയ്യുന്നത്. ദേഹബോധത്തിൽ ഞാൻ എന്ന ബോധത്തെ കത്തിച്ച് പരമാത്മ സംഘത്തിൻ്റെ നിറത്തിൽ ഹോളി ആഘോഷിക്കുന്നു. എൻ്റെ മസ്തകത്തിൽ ഭാഗ്യനക്ഷത്രം തിളങ്ങുന്നു. ഞാൻ ഭാവിയിലെ ഡബിൾ പവിത്രമായി തീരുന്നു. ഡബിൾ കിരീടധാരിയാകുന്നു. ഇതിൻ്റെ സ്മാരകമായി ഹോളി ആഘോഷിക്കുന്നു. എൻ്റെ ഓരോ ചുവടിൻ്റെയും ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെയും ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കുന്നു.
ഞാൻ പരമാത്മ സംഘത്തിന്റെ നിറത്തിൽ ഹോളിയാകുന്നു. സംഗമയുഗത്തിൽ ബാബ എൻ്റെ പഴയ സംസ്കാര സ്വഭാവങ്ങളെ യോഗാഗ്നിയിലൂടെ കത്തിച്ച് ഹോളി ആഘോഷിക്കുന്നു. അപ്പോൾ പരമാത്മ മിലനം നടക്കുന്നു. ഏകബോധത്തിലാകുമ്പോൾ സ്ഥൂലമായി കത്തിക്കുന്നു, സ്ഥൂല നിറം തീക്കുന്നു. ഹോളി എന്നാൽ എന്താണോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അത് കഴിഞ്ഞു എന്നതാണ്. ഞാൻ പവിത്രതയുടെ ധാരണ ചെയ്യുന്നു. അപ്പോൾ ഭാവിയിൽ ഡബിൾ പവിത്രതയുടെ ലക്ഷണമായി ഡബിൾ കിരീടം കാണിക്കുന്നു. ബാബ സദാ ഓരോ കുട്ടിയെയും വിടർന്ന റോസാപ്പൂവായി കാണാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം ഞാൻ ക്രോധജീതാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ദേഹബോധത്തിൻ്റെ ഞാൻ എന്ന ശബ്ദത്തെയും കത്തിക്കുന്നു. ഞാൻ ആത്മാവാണെന്ന ശബ്ദത്തെ ഉറപ്പിക്കുന്നു. ബാബ ഇടയ്ക്കിടെ ഡ്രിൽ ചെയ്യിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ മനസ്സിനെയും ബുദ്ധിയെയും പരമധാമത്തിൽ ചേർത്ത് വയ്ക്കുന്നു. ചിലപ്പോൾ ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു, ചിലപ്പോൾ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ദിവസത്തിൽ സമയം കിട്ടുമ്പോഴെല്ലാം ഏകാഗ്രതയോടെ ഈ ഡ്രിൽ ചെയ്യുന്നു. ഞാൻ മനസ്സല്ല, മനസ്സ് എൻ്റേതാണെന്ന ഓർമ്മയിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും പറയുന്നു, എൻ്റെ ബാബ. സംഗമയുഗത്തിൻ്റെ സന്തോഷം പരമാത്മ ഗിഫ്റ്റാണ്. ഞാൻ സന്തോഷത്തിലിരിക്കുന്നു, സന്തോഷം വിതരണം ചെയ്യുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. സദാ ആജ്ഞയാകുന്ന തിലകമണിഞ്ഞ് ഒന്നാം സമ്മാനം നേടുന്ന ആജ്ഞാകാരികളായി ഭവിക്കൂ. ഞാൻ ഓരോ ചുവട് വെക്കുമ്പോഴും ബാബയുടെ ആജ്ഞയുടെ രേഖക്കുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ സദാ സുരക്ഷിതമായിരിക്കും. ഒരു വിധത്തിലുള്ള രാവണ സംസ്കാരവും യുദ്ധം ചെയ്യില്ല. സമയം വ്യർത്ഥമാവില്ല. ആരോടെങ്കിലും മമത്വമുണ്ടെങ്കിൽ മമത്വം പുരുഷാർത്ഥത്തിൽ അലസത വരുത്തും. ഓം ശാന്തി.